Hey guys, welcome to my channel GR Travel Vlogs. അപ്പോൾ ഇന്ന് എൻ്റെ ട്രിവാൻഡ്രം സീരീസിൻ്റെ സെക്കൻഡ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് എൻ്റെ സ്പോട്ട് വന്നിട്ട് ആഴിമല ശിവക്ഷേത്രമാണ്. ഓക്കെ, അപ്പോൾ ആഴിമല ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഏറ്റവും ഉയരമുള്ള കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള ശിവന്റെ ഒരു സ്റ്റാച്ചു ആണ് ഇവിടെ ഉള്ളത്. 58 അടിയാണ് ഇതിന്റെ ഉയരം. ആൻഡ് ഗംഗാധേശ്വര രൂപത്തിലാണ് ശിവന്റെ സ്റ്റാച്ചു അവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ വിഴിഞ്ഞം പൂവാർ റൂട്ടിൽ നിന്ന് ഒരു 3/4 കിലോമീറ്ററിന്റെ അടുത്ത് ഈ ഒരു ശിവക്ഷേത്രം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ക്ഷേത്രത്തിലെ ഒരു പാർക്കിംഗ് സ്പേസ്. ഇത് കൂടാതെ തന്നെ വേറെയും പാർക്കിംഗ് സ്പേസസ് ഉണ്ട്. അപ്പോൾ പാർക്കിങ്ങിന് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. ആൻഡ് ഇവിടെ നിന്ന് മുകളിലോട്ട് കയറുന്നതാണ് അമ്പലത്തിലോട്ട് പോകുന്ന വഴി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ഇതാണ് ക്ഷേത്രത്തിൻ്റെ മുൻവശം. ആൻഡ് ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങുന്നതാണ് പാർക്കിംഗ് സ്പേസസ് ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ KSRTC ബസ് സർവീസസ് ഉണ്ട്. അപ്പോൾ വണ്ടിയൊന്നും ഇല്ലാത്തവർക്ക് KSRTC ബസ് അമ്പലത്തിൻ്റെ നട വരെ വരുന്നുണ്ട്. സോ ട്രാവലിംഗ് ഒരു പ്രോബ്ലം അല്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് പോവാം. അപ്പോൾ അകത്ത് കയറുമ്പോൾ നമ്മൾ കാണുന്നത് റൈറ്റ് സൈഡിൽ ശ്രീകോവിലും ആൻഡ് ലെഫ്റ്റ് സൈഡിൽ ഗംഗാധേശ്വരൻ്റെ ആ ഒരു പ്രതിമയുമാണ്. ആൻഡ് ക്ഷേത്രത്തിൻ്റെ വാസ്തുശൈലികൾ വന്നിട്ട് തമിഴ്നാട് ക്ഷേത്രങ്ങളായിട്ട് വലിയ സാമ്യമുള്ളതാണ്. ഇതാണ് ആ വലിയ ഗംഗാധേശ്വരൻ്റെ പ്രതിമ. ഈ ഒരു പ്രതിമയാണ് ഈ ഒരു അമ്പലത്തിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റാച്ചു റെപ്രസെൻ്റ് ചെയ്യുന്നത് ഗംഗാദേവിയെ ജടയിൽ നിന്ന് മോചിപ്പിക്കുന്ന ചതുർഭുജങ്ങളോട് കൂടിയ ശിവനെയാണ് ഈ ഒരു സ്റ്റാച്ചു റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ആർട്ടിസ്റ്റ് വന്നിട്ട് ആഴിമല സ്വദേശിയായ PS ദേവദത്തനാണ്. 2014 ഈ ഒരു ശില്പത്തിൻ്റെ പണി ആരംഭിക്കുകയും 2020 പൂർത്തിയാക്കി അതേ വർഷം തന്നെ ഈ ശില്പം പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയും ചെയ്തു. ശരിക്കും നമ്മൾ ഈ ഗംഗാധേശ്വരൻ്റെ സ്റ്റാച്ചു കണ്ടു നിന്നു പോകും. കാരണം അത്ര മനോഹരമായിട്ടാണ് ഈ ഒരു ആർട്ടിസ്റ്റ് ഈ ഒരു ശില്പത്തെ നിർമ്മിച്ചിരിക്കുന്നത്. ഓരോ ഞാടി ഞരമ്പുകൾ പോലും അത്രയും എന്താ പറയുക, ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റാച്ചുവിനെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു അമ്പലത്തിന് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. പ്രതിമ നിൽക്കുന്ന സ്ഥലത്ത് യോഗികൾ തപസ്സിരുന്നുവെന്നും പിന്നെ പഞ്ചപാണ്ഡവർ വനവാസകാലത്ത് ഇവിടെ വന്നുവെന്നുമൊക്കെ അങ്ങനെ കുറച്ച് ഐതിഹ്യങ്ങൾ ഈ ഒരു അമ്പലത്തിനുണ്ട്. അപ്പോൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് പാർക്കിംഗ് സ്പേസിലോട്ട് പോകുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു നാഗരുടെ കാവുണ്ട്. ആൻഡ് കാവിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു വലിയൊരു ആൽമരമുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ആ ആൽമരം നിറച്ചും തൊട്ടിലാണ്. ഈ കുട്ടികൾ ഉണ്ടാവാത്ത ആൾക്കാർ നേർച്ചയായിട്ട് തൊട്ടിലുകൾ കെട്ടുകയാണ് ചെയ്യുന്നത്. ആൻഡ് അവിടെ നിന്ന് തൊഴുതിട്ട് പോകുന്ന ആ ഒരു ടൈമിലാണ് ഞാൻ എൻ്റെ നേരെ ഓപ്പോസിറ്റ് അന്നദാനം കൊടുക്കുന്നത് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ അന്നദാനം കഞ്ഞിയാണ്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ അതിൻ്റെ അകത്തുള്ളൊരു കുഞ്ഞു മുറിയിലാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുന്നത്. ഗൈസ്, അപ്പോൾ ഞാൻ നെക്സ്റ്റ് പോകാൻ പോകുന്നത് ഇവിടെ അമ്പലത്തിൻ്റെതായ ഒരു ഫുഡ് കോർട്ട് കൂടെ ഉണ്ട്. അപ്പോൾ നമുക്കിനി അങ്ങോട്ടൂടെ പോയിട്ട് വരാം അവിടെ എന്തൊക്കെയുണ്ട് നോക്കാനായിട്ട്. അപ്പോൾ പാർക്കിംഗ് സ്പേസിൻ്റെ സൈഡിലൂടെയുള്ള ഈ പടി കൂടെയാണ് നമ്മൾ ഫുഡ് കോർട്ടിലോട്ട് പോകുന്നത്. ആൻഡ് പടി ഇറങ്ങിയിട്ട് തന്നെ ലെഫ്റ്റ് സൈഡിലാണ് ഫുഡ് കോർട്ട് വരുന്നത്. പടി ഇറങ്ങി താഴെ എത്തുമ്പോൾ തന്നെ നമുക്ക് ഈ കടലിൻ്റെ ഒരു അടിപൊളി വ്യൂ നമുക്ക് മുകളിൽ നിന്ന് കാണാൻ പറ്റും. നല്ല രസമാണ് ഇവിടെ നിന്ന് ആ വ്യൂ കാണാൻ തന്നെ. അപ്പോൾ ഇതുവഴിയാണ് ഫുഡ് കോർട്ടിലോട്ട് കയറുന്നത്. അപ്പോൾ ഇതാണ് ക്ഷേത്രത്തിലെ ഫുഡ് കോർട്ട്. ഇവിടെ
ക്ഷേത്രത്തിൻ്റെ വേറൊരു പാർക്കിംഗ് സ്പേസ് കൂടെ ഉണ്ട് ആൻഡ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അകത്തിരുന്ന് കഴിക്കാനും പുറത്തിരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. പുറത്ത് ഈ കുടയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ തണലത്തിരുന്ന് ഫുഡ് കഴിക്കാനുള്ള സൗകര്യം പുറത്തുമുണ്ട്. ആൻഡ് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ജ്യൂസ് കടകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ്, ഞാൻ ഈ കഞ്ഞി കുടിച്ചതുകൊണ്ട് എനിക്കിപ്പോൾ വയർ കംപ്ലീറ്റ്ലി ഫുള്ളായതുകൊണ്ട് ഒന്നും തന്നെ ഞാൻ മേടിച്ചില്ല ഫുഡ് കോർട്ടിൽ നിന്ന്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് നോക്കിയിട്ട് തിരിച്ച് പോവാം. അപ്പോൾ ഇതൊക്കെയാണ് ആഴിമലയിൽ കാണാനുള്ള കാഴ്ചകൾ. അപ്പോൾ ഇവിടെ ഭക്തജനങ്ങളെക്കാൾ കൂടുതൽ ടൂറിസ്റ്റാണ് വരുന്നത്. കാരണം ഇങ്ങനെയൊരു ശിവന്റെ പ്രതിമ, ഒരു ഗംഗാധീശ്വരന്റെ പ്രതിമ അവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ ആ പ്രതിമ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽസ് പോലും ആർട്ടിസ്റ്റ് നന്നായിട്ട് അതിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഒരു സത്യം പറഞ്ഞ ഒരാൾ നിൽക്കുന്ന, ഒരു ദൈവം കറക്റ്റ് നിൽക്കുന്ന അതേ പ്രതിനിധിയിലാണ് പുള്ളിക്കാരൻ അത് ചെയ്തിരുന്നത്. പിന്നെ ഈ ഒരു ഐ ലവ് ആഴിമല, ഇത് കാർ പാർക്കിങ്ങിന്റെ ഇടയിൽ പുറകെ ഒളിച്ചിരിക്കുകയാണ്. ആരും കണ്ടില്ലെങ്കിൽ പോലും ഉറപ്പായിട്ടത് കണ്ടുപിടിച്ച് കാണുന്നത് നല്ലൊരു ഫോട്ടോ സ്പോട്ട് കൂടെയാണിത്. ഓക്കെ, ഇതിന് മുന്നേ കാർ പാർക്കിംഗ് ഉണ്ട്, അത് മെയിൻലി നോട്ടീസ് ചെയ്യാതെ പോവുക. ഓക്കെ, അപ്പോൾ ഇത് വരുന്ന ഫുഡ് കോർട്ടിലാണ് ഈ ഒരു ഐ ലവ് ആഴിമല വരുന്നത്. ഓക്കെ, അപ്പോൾ ആഴിമല വ്ളോഗ്സ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവരും ഒന്ന് ക്ഷമയോടെ കാത്തിരിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.